എല്ലാവരും അർത്ഥവത്തായ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധം. ചിലപ്പോൾ നമ്മുടെ ബന്ധം ആഴമില്ലാത്തതോ വിദൂരമോ ആണെന്ന് തോന്നാം. എന്നാൽ ദൈവം നമ്മിൽ ഓരോരുത്തരെയും കർത്താവുമായുള്ള ആഴമേറിയതും കൂടുതൽ വ്യക്തിപരമായതുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ക്ഷണിക്കുന്നു. സ്നേഹം, വിശ്വാസം, ധാരണ എന്നിവയാൽ നിറഞ്ഞ ഒന്ന്. ദൈവവുമായുള്ള ഒരു ആഴമേറിയ ബന്ധം വളരുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രാർത്ഥനയിലൂടെയും ശാന്തമായ നിമിഷങ്ങളിലൂടെയും ബൈബിൾ വായനയിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ നന്നായി അറിയാൻ കഴിയും. സത്യസന്ധമായി ദൈവം മുൻപിൽ പങ്കെടുക്കുക. നമ്മുടെ യഥാർത്ഥ വികാരങ്ങളോ പോരാട്ടങ്ങളോ നാം മറച്ചു വയ്ക്കേണ്ടതില്ല. ദൈവം നമ്മുടെ യഥാർത്ഥ ചിന്തകളെയും വികാരങ്ങളെയും സ്വാഗതം ചെയ്യും. ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നാം ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുകയും കർത്താവിൻ്റെ മാർഗനിർദ്ദേശം പിന്തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാവുകയും കർത്താവുമായുള്ള നമ്മുടെ ബന്ധം വളരുകയും ചെയ്യുന്നു. പ്രയാസകരമായ സമയങ്ങളിലുള്ള ആശ്രയം. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്നേഹവും പുതിയ വഴികളും അനുഭവപ്പെടുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ഈ അടുപ്പത്തെ മനോഹരമായി വിവരിക്കുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നാം അടുത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും നാം ആത്മാർത്ഥമായി കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്താനാകുമെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ നന്നായി അറിയാൻ എല്ലാ ദിവസവും ചെറിയ ചുവടുകൾ വയ്ക്കുക. പ്രാർത്ഥിക്കാനും ഒരു ബൈബിൾ വാക്യം വായിക്കാനും അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിശബ്ദമായിരിക്കാനും ഒരു ചെറിയ സമയം നീക്കിവെക്കുക. നിങ്ങളുടെ വികാരങ്ങളോട് സത്യസന്ധരായിരിക്കുകയും ദൈവത്തിൻ്റെ സൗമ്യമായ മാർഗനിർദ്ദേശത്തിനായി ശ്രദ്ധിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ സങ്കല്പിച്ചതിലും ആഴമേറിയതാണെന്നും കർത്താവിനോടുള്ള നിങ്ങളുടെ ബന്ധം എല്ലാ ദിവസവും കൂടുതൽ ശക്തമാകുന്നുവെന്നും നിങ്ങൾ കണ്ടെത്തും. ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്ന് വരുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കാനിടയാകട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.